ഹായ് ഹലോ എല്ലാ കുട്ടികൾക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് ബട്ടൺസൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഷർട്ടുമെന്നൊക്കെ പൊട്ടിപ്പോകുന്ന ബട്ടൺസ് ഉണ്ടല്ലോ, അപ്പോൾ ആ ബട്ടൺസ് കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഒരു അടിപൊളിയായിട്ടുള്ള സംഭവം ഉണ്ടാക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ലേഡീസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിനായിട്ട് എടുത്തിരിക്കുന്നത് ഒരു നൂലാണ് കേട്ടോ. കുറച്ച് കട്ടിയുള്ള നൂല് വേണം കേട്ടോ, തീരെ പൊട്ടിപ്പോകുന്ന നൂലാവരുത്. എന്നിട്ട് ഈ നൂലിൽ കൂടെ ഒരു 4 ഹോൾ ഉണ്ടാവും ബട്ടന്. പക്ഷേ 4 ഹോളിൽ കൂടെ അല്ല, ഒരു ഹോളിൽ കൂടെ എടുത്ത് മുകളിലോട്ട് എടുത്ത് ഒരു ഹോളിൽ കൂടെ താഴത്തോട്ട് എടുത്ത് ഇതേപോലെ ഇങ്ങനെ കോർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും കോർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു റെഡ് ആൻഡ് ഓറഞ്ച് യെല്ലോയിഷ് കളറ് ബട്ടനും അതേപോലെ തന്നെ അതിലോട്ട് ഗ്രീൻ നൂലുമാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കോമ്പിനേഷൻ നല്ലതാണല്ലോ, അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ലെയർ മാലയൊക്കെ ആയിട്ട് ഇപ്പോൾ ആമസോണിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്നുണ്ട് ഈ ഒരു ബട്ടൺ മാല. ഓൺലൈൻ സൈറ്റുകളിലൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പല കളേഴ്സാണ്, ഓരോ ലെയർ ഓരോ കളർ വെച്ചിട്ട് അങ്ങനെ ലെയറായിട്ടാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ അതേപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ വളരെ ഈസിയാണ് ചെയ്തെടുക്കാൻ. ഈ ഒരു കോർക്കുന്ന സംഭവം മാത്രമേ ഉള്ളൂ. ഒരു സൂചിയിൽ നൂല് കോർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ നമ്മൾ ഫുള്ളായിട്ട് ഇങ്ങനെ കോർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാണ് ആദ്യത്തെ പരിപാടി കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമുക്കിത് സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്തൊക്കെ വെക്കണം. അപ്പോൾ അത് കാണിക്കാം. ഇതേപോലെ നമ്മൾ കുറച്ചധികം നമ്മുടെ ലെങ്ത്ത്, ആവശ്യമുള്ള ലെങ്ത്ത് നമ്മുടെ നൂല് നമ്മൾ എടുക്കണം കേട്ടോ. അതിൽ നിന്ന് നമ്മൾ എത്ര ലെങ്ത്തിലാണ് വേണ്ടതെന്നുള്ളത് നൂലെടുത്തതിന് ശേഷം വേണം നമ്മൾ കോർക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാം കോർത്ത് കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ സെറ്റ് ചെയ്ത് വെക്കുക കണ്ടോ. അടുപ്പിച്ച് ഇങ്ങനെ നീളത്തിൽ നമ്മുടെ ആ ഒരു സ്ട്രിങ് ഇട്ടതിന് ശേഷം ഈ ഒരു മാലേനെ നമ്മളിങ്ങനെ ബട്ടൺസ് ഇങ്ങനെ കയറ്റി കൊടുക്കുക കേട്ടോ. അപ്പോഴാണ് ഇത് കറക്റ്റായിട്ട് വരുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കോർത്ത് വരുമ്പോൾ ഒപ്പം ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വരില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ ഓരോ ബട്ടൺസായിട്ട് ഇങ്ങനെ വലിച്ച് വെച്ച് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യം അതൊന്ന് ചെയ്തതിന് ശേഷമാണ് ഇനി അടുത്ത പരിപാടി ചെയ്യേണ്ടത്. അപ്പോൾ അതിനാണ് നമ്മൾ നീളത്തിലെടുക്കണം എന്ന് പറയുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ നൂല് ചെറുതെടുത്ത് കഴിഞ്ഞാൽ ശരിയാവില്ല. കോർക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ കയറിയൊക്കെ ഇരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ. അപ്പോൾ പുതിയ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് പറയാനും, വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതേപോലെ വളരെ ഈസിയാണ് കേട്ടോ, അധികം സമയമൊന്നും വേണ്ട. ഞാനിപ്പോൾ പതുക്കെ കാണിച്ചു തരുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ബട്ടൺസ് കറക്റ്റായിട്ട് നമ്മൾ വലിച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ ഗ്ലൂവോ ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ വലിച്ച് വെച്ച് കൊടുക്കുക. അതിങ്ങനെ ഒരു ഓഡ് ലുക്കിൽ നിൽക്കുമ്പോഴാണ് അതിൻ്റെ ഭംഗി. കറക്റ്റ് സ്റ്റിഫായിട്ട് നിന്നാൽ ഒട്ടും ഭംഗി ഉണ്ടാവില്ല. ബട്ടനൊക്കെ തിരിച്ചു കൊടുത്തിട്ട് ബാക്കും ഫ്രണ്ടും കറക്റ്റാക്കി വെക്കുക എന്നുള്ളതാണ് ഈ ഒരു പ്രോസസ്സാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ കോർത്ത് കൊടുക്കുന്നത് മാത്രമാണ് ഇത്തിരി പണി, ബാക്കി ഇതൊന്നും അത്ര വലിയ പണിയല്ല കേട്ടോ. അപ്പോൾ ഈ ബട്ടൺസൊക്കെ ഈസി ആയിട്ട് നമുക്ക് ബാക്കിലോട്ടും ഫ്രണ്ടിലോട്ടൊക്കെ വലിച്ച് എടുക്കാനൊക്കെ ഈസി ആയിട്ട് പറ്റും. അപ്പോൾ എല്ലാം വലിച്ചെടുത്ത് കറക്റ്റ് ചെയ്തതിന് ശേഷം നമ്മളിതിനെ ഒന്ന് സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പൊട്ടിപ്പോകാത്ത നൂല് വേണം നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ മാല ഉണ്ടാക്കാൻ പോകുന്ന മാലയ്ക്ക് എത്ര ലെങ്ത്ത് വേണമെന്ന് വെച്ചാൽ ആ ഒരു ലെങ്ത്തിലും വേണം നമ്മൾ എടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ സൂചി നൂലും ഡ്രസ്സുമ്പോൾ തുന്നുന്ന നൂലൊക്കെ എടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിപ്പോകും കേട്ടോ. അപ്പോൾ അത് ആരും ചെയ്യരുത്, കുറച്ച് കട്ടിയുള്ള നൂല് ചെയ്യുക. അങ്ങനെ ഡ്രസ്സുമ്പോൾ തുന്നുന്ന നൂലാണെങ്കിൽ കുറച്ച് വലിയ അതായത് 2-3-4 സ്ട്രിങ് ഇടുക കേട്ടോ. അപ്പോൾ ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ ആ ഒരു സൂചി ഉണ്ടല്ലോ അതങ്ങ് കട്ട് ചെയ്ത് മാറ്റുകയാണ്. അതിനുശേഷം ഈ ഒരു എൻഡ് ഭാഗത്ത് നമ്മൾ 2 സൈഡിലും കെട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് കെട്ടി കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനി നമ്മുടെ ആ ഒരു ബട്ടൺ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നല്ല ഉറപ്പിച്ച് തന്നെ കെട്ടി കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ ആ കെട്ട് കറക്റ്റ് ആവുന്നില്ലെങ്കിൽ നമ്മൾ ഒരു ബീഡ് ഇട്ടിട്ട് അവിടെ ഒരു ബീഡ് ഇട്ടതിന് ശേഷം കെട്ടി കൊടുക്കുക കേട്ടോ. അങ്ങനെ ചെയ്താൽ മതി. ഇനി ഇത് എല്ലാം സെറ്റായിട്ടുണ്ട് നമ്മുടെ മാല. ഇതിൻ്റെ ബാക്കിൽ നമുക്ക് വേണമെങ്കിൽ കഴുത്തിക്കൂടെ ഇടാൻ പറ്റുന്നില്ലെങ്കിൽ, അതായത് ലെങ്ത്ത് കുറവിലാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബാക്ക് ചെയിൻ ഹുക്കൊക്കെ ഉണ്ടല്ലോ അതൊന്ന് ഫിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ എന്തായാലും കഴുത്തിക്കൂടെ ഇടുന്ന ടൈപ്പ് മാലയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് ലെങ്ത്തിനനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇനി ആരും ഇതുപോലെ ബട്ടൺസ് ഒന്നും ഷർട്ടിൻ്റെ ഒന്നും കളയണ്ട, കളക്ട് ചെയ്ത് വയ്ക്കുക. നമുക്ക് അടിപൊളി മാലയും അതേപോലെ തന്നെ ഇയറിങ്സും വേണമെങ്കിൽ ഉണ്ടാക്കാം കേട്ടോ. അടുത്ത വീഡിയോയിൽ നമുക്ക് അതുമായിട്ട് വരാം. വീണ്ടും വരാം. ബൈ.